നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യം കിട്ടിയതിന് പിന്നാലെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് രംഗത്ത് വന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് കടക്കാനുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അസാധാരണ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 9-ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ സെഷൻസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സംശയിക്കുന്നതായി ഇഡി അപ്പീലിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ ജാമ്യം കിട്ടുന്ന ആദ്യ പ്രതിയാണ് 9-ാം പ്രതിയായ ഹരീഷ് കുമാർ. ഹരീഷ് കുമാറിന്റെ ജാമ്യത്തെ എതിർത്ത് കഴിഞ്ഞ മാസം 18-ന് പോലീസ് കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയതാണ്. ഇതിന് എതിരായി പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. ഇതോടെയാണ് പ്രതിക്ക് ജാമ്യം കിട്ടിയത്. ഇഡി കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടന്നു വരുന്നതിനാലും പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമാന രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേസിൽ ഗൂഢാലോചന നടന്നതിന് തെളിവില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളുടെ ഫോൺ കോളുകളിൽ അസ്വാഭാവികതയില്ല എന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. കൂടുതൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കേസിൽ 20-ലേറെ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ വിദേശത്തേക്ക് കടന്നുവെന്നും കോടതിയെ പോലീസ് അറിയിച്ചു. ഇഡി ആക്രമിച്ച കേസിൽ ആദ്യമായി ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീഴ്ച സംബന്ധിച്ച് വിവാദം ആളിക്കത്തുകയായിരുന്നു. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായ നീക്കം നടത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് രംഗത്ത് വന്നിരുന്നു. അതായത് കേസ് ഡയറി അടക്കമുള്ള രേഖകൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടില്ല, ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന ദിവസം പോലും പോലീസിനെ അറിയിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. ഹരീഷ് മറ്റു പ്രതികളുമായി ചേർന്ന് ഇഡി ഉദ്യോഗസ്ഥരുടെ കാർ ആക്രമിച്ചപ്പോൾ ചില്ല് തകർന്ന് ഡ്രൈവർ ശ്യാംരാജിന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റുവെന്ന് ജാമ്യത്തെ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. CRPF ഉദ്യോഗസ്ഥരെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ഗ്ലാസ് അടിച്ചു തകർത്ത കമ്പും കണ്ടെത്തേണ്ടതുണ്ട് എന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കൂട്ടുപ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ നിൽക്കവെയാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇതൊന്നും പരിഗണിക്കാതെയുള്ള വാദം നടത്തിയത്. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന വാദം മുന്നോട്ട് വെച്ചത്. എന്തായാലും പോലീസിന്റെ നീക്കം, ഇതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്തിറങ്ങിയിരിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ താൻ പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ടായതെന്നും ആക്രമണത്തിൽ പങ്കാളിയായിരുന്നില്ല എന്നുമാണ് ഈ പ്രതികളിൽ ഒരാൾ ജാമ്യാപേക്ഷയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിനെ വളച്ചൊടിക്കുകയാണ് അല്ലേ സാർ? വളച്ചൊടിക്കലല്ല, ഇതിനകത്തിലെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇയാളെ എന്തിനാ പ്രതിയാക്കിയത്? ഇയാൾ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരാളിനെ പോലീസ് പ്രതിയാക്കിയെന്ന് വരില്ലേ? അപ്പോൾ കേരള പോലീസിന് ആഭ്യന്തരമന്ത്രിയെ, നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാവും അത്. ഇപ്പം പ്രതിയാക്കിയിരിക്കുന്നത് ഇ ഡി അല്ല, ഇ ഡിക്ക് അറിയില്ല, ഞങ്ങളെ ആക്രമിച്ചു എന്ന് മാത്രമേ അറിയൂ. ഇത് അന്വേഷിച്ച് ഇവരൊക്കെ ആയിരുന്നു ഇത് ചെയ്തതെന്ന് കണ്ടെത്തിയ കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസത്തെ ചോദ്യം ചെയ്യുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണിത്. ആ ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടിരിക്കേണ്ട ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും പോലീസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിരിക്കുക. ഒരാൾ ശിക്ഷിക്കണം, ജാമ്യം കൊടുക്കരുതെന്ന് പറയുന്ന ആളിനെ മറ്റേ ആൾ എന്നിട്ട് ജാമ്യം കൊടുത്തു, കുഴപ്പമില്ല എന്ന് കോടതിയോട് പറയുക. അതിനാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണ്. രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് രണ്ട് തരത്തിലാണ്. അത് രാഷ്ട്രത്തിൻ്റെ ഇൻട്രസ്റ്റ്, ദേശത്തിൻ്റെ താല്പര്യത്തിന്, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് നമ്മുടെ ഭാരതീയ ന്യായശാസ്ത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, വിള്ളൽ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ തൊഴിൽ തുടരാൻ അർഹയല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓരോരുത്തർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഞാൻ അവിടെ ചന്തയിൽ പാളയം മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതായിരുന്നു എന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ് പൊട്ടിച്ച അയാളുടെ കണ്ണ് പൊട്ടിച്ച ആളിന് രക്ഷപ്പെടാറുണ്ട്. ദിസ് ഈസ് നോട്ട് ദ വേ എന്നുള്ളത് തന്നെയാണ്. അതങ്ങനെ തന്നെ വേണം. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ അതിനുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ നാളെ ഇതുപോലെ ഇ ഡി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ CBI വരുമ്പോൾ അവരെ ഇങ്ങനെ കായികമായിട്ട് അങ്ങ് ആക്രമിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്തായിരിക്കും? നിങ്ങൾ പൗരന്മാർക്കാണെങ്കിൽ, ഇദ്ദേഹം ശരി പൗരനാണെങ്കിൽ പൗരൻ്റേതായിട്ടുള്ള കടപ്പാടുകളുണ്ട് രാജ്യത്തിനുള്ള, അവകാശങ്ങൾ മാത്രമല്ല. അത് മനസ്സിലാക്കാതെയുള്ള ഏത് പ്രവൃത്തിയെയും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ഫാഷിസമൊന്നുമല്ല, നിയമക്രമ സമാധാന നില നടപ്പാക്കുക എന്നുള്ളതാണ്. നിയമപാലനമില്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇവിടെ പ്രോസിക്യൂഷനും പോലീസും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ
പോലീസിനിട്ട് പാര വെച്ചു പ്രോസിക്യൂട്ടർ എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു സത്യം. കോടതിക്ക് അത് പ്രോസിക്യൂട്ടർ പറയുന്നത് കോടതിക്ക് ചെവിക്കൊള്ളാതിരിക്കാനും പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. കോടതി ഇത് കണ്ടിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടത് പ്രോസിക്യൂട്ടറാണ്. പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളാണ് പോലീസ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്കൊരു അവർ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരള പോലീസ് എടുത്ത തീരുമാനം വളരെ ശരിയായിട്ടുള്ളതാണ്. ഇനിഷ്യലി അവർ കാണിച്ചത് തെറ്റാണ്. കേരള പോലീസ് ഇവരെ ഈ ആക്രമണത്തിൽ നിന്ന് തടയാൻ വേണ്ടി പ്രൊഫഷണലായിട്ട് നേരിടുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് പാരവയ്പ്പിൻ്റെ ഫലമായിട്ടാണെന്ന് പറയുന്നു. എന്തായാലും സ്ഥലം മാറ്റങ്ങളുണ്ടായതിൻ്റെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ കാരണം എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പോലീസ് ഉത്തരവാദിത്തമാണ്. പോലീസിന് തെറ്റുപറ്റി. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷന് തെറ്റുപറ്റിയിരിക്കുന്നു, പോലീസിന് തെറ്റുപറ്റിയിട്ടുമില്ല. പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ ആൾക്കാർക്ക് ശബരിമല കൊള്ളക്കേസിൽ ഇപ്പോൾ ഇങ്ങനെ ജാമ്യം കിട്ടി എല്ലാവരും പോയതുപോലെ. കാരണം എന്താ കാര്യം, 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ല. ഓരോരുത്തരായിട്ട് ജാഥയായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് SITക്ക്, കേരളത്തിൻ്റെ SIT. അതായത് തെറ്റ് ചെയ്താലും അന്വേഷണം നേരാവണ്ണം പോയില്ല എങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാം. ഇത് ഏത് കേസ് എടുത്താലും അല്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ. അതായത് ഈ കൊലപാതകം അങ്ങനത്തുള്ള വാർത്തകൾക്ക് വരുമ്പോൾ മിക്കവരും ഇടുന്ന ഒരു കമൻറ്റാണ്, കമൻറ്റിലൂടെ പറയുന്നതാണ് നിയമത്തെ പേടിയില്ല എന്നതല്ല, പേടിക്കാനുള്ളൊരു നിയമം ഈ നാട്ടിലില്ല എന്നതാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ പേടിക്കാനുള്ള നിയമത്തെ ആർക്കും പേടിയില്ല. എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വലിയ ശമ്പളവും കൊടുത്തു ഉയർന്ന പോസ്റ്റിൽ ഡയറക്ടർ DGP എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അങ്ങർക്കും പ്രമാദം സംഭവിച്ചിട്ടുണ്ട്. ആസഫ് അലി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ്. കാരണം ഈ പ്രോസിക്യൂഷൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ പ്രോസിക്യൂഷനെ നേരായ നിലയിൽ നിലനിർത്തുന്നതിൽ ഇങ്ങനെ പ്രമാദമായ കേസിൽ അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, ഇതെല്ലാവരും കൂടെ ചേരുന്നതാണ് നമ്മൾ ഈ വ്യവസ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ക്രമസമാധാന നിലനിർത്താനുള്ള സംവിധാനങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയം കളിക്കാനുള്ള സംവിധാനങ്ങളല്ല. അവരെല്ലാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലേക്ക് വന്ന നമ്മുടെ അതിഥികളൊന്നുമല്ല, അവരുടെ ജോലി ചെയ്യാൻ വന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണല്ലോ. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം അത് കൂടുതൽ രൂക്ഷമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രതിയെ വെറുതെ വിട്ടത്. അതിന് തയ്യാറായത് ഈ പ്രോസിക്യൂട്ടറാണ്. ആ പ്രോസിക്യൂട്ടർമാരുടെ എല്ലാം മുകളിലിരിക്കുന്ന ആരാണ്? അഡ്വക്കേറ്റ് ജനറലും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമാണ്, DGPയുമാണ്. അതാണ് ശരിയായിട്ടുള്ള DGP എന്ന് പറയുന്നത്. അവരൊക്കെ ഇങ്ങനെ പോസ്റ്റും പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ശമ്പളം വാങ്ങിക്കേണ്ടവരല്ല. ഇങ്ങനെ ഉള്ള പ്രവണതകൾ തുടച്ചു നീക്കേണ്ടത് മുന്നേ കണ്ടറിയാനുമുള്ള ചുമതല കൂടി അവർക്കുണ്ടെന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള പരിജ്ഞാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം പരാജയം പറ്റിയിട്ടുണ്ട്. ഓരോ മന്ത്രിക്ക് പോയിട്ട് ഇവരെ എല്ലാം ഉപദേശിക്കാനൊന്നും പറ്റില്ല. ഇതിനാണ് ഓരോ പോസ്റ്റും കൊടുത്ത് ഓരോരുത്തർ വെച്ചിരിക്കുന്നത്. ആ ജാഗ്രത അവർ പുലർത്തണം എന്നുള്ളത് പറയേണ്ടതായിരുന്നു. ആ ജാഗ്രത ഉണ്ടായില്ല. ശ്രദ്ധക്കുറവ് അവിടെയും സംഭവിച്ചു. EDയെ സംരക്ഷിക്കുന്നതിൽ സംഭവിച്ച പോലെ ജാഗ്രത കുറവ് മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിൻ്റെ ആയിരിക്കാം, പിടിപ്പുകേടിൻ്റെ ആയിരിക്കാം. അവരത് തിരുത്തേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ. അങ്ങനെ ഓരോന്ന് തെറ്റുകൾ പറ്റിയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളൊരു ആനുകൂല്യം തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും, ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആദ്യ പാഠം 1-ാം ക്ലാസ് പാഠം ഒന്നായിട്ട് ഇത് മാറും എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും കരുതുകയാണ്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ ആവശ്യം നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ.